ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളൊരു വീഡിയോ എടുത്ത് തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ച് ഒരു ക്യാമറ വാങ്ങി, എന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് പരിപാടി തുടങ്ങി. അപ്പം ഇതത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ലെന്ന് മനസ്സിലായി. കാരണം ഈ ക്യാമറയെ നോക്കി ഇങ്ങനെ സംസാരിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം, അതിനുശേഷം ഇതിനെ യൂട്യൂബിലേക്കോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യണം. അത്ര എളുപ്പം പിടിച്ചൊരു പരിപാടിയല്ല എന്ന് അറിയാം. എന്നാലും ഇതിന് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മളൊരു പ്ലാനൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നിങ്ങനെ ഓരോ യൂട്യൂബേഴ്സും പറയുന്നത് കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ക്യാമറ മേടിക്കാനും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില ഓപ്പറേഷണൽ ടെക്നിക്സ് പഠിച്ചെടുക്കാനും ഒന്നും അത്ര പാടില്ല. പിന്നെ ഇതിനകത്ത് ഇതൊരു തൊഴിൽ മാർഗമാണോ വരുമാന മാർഗമാണോ, ഏത് തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടൻ്റാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അത്രയും ഗൗരവമായിട്ട് ഞാൻ ഈ പരിപാടി ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ കുറേ വീഡിയോ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള, യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു mid-40s എന്നാൽ അവരധികം ടെക്നോളജിക്കലി ഔട്ട് ഓഫ് ഡേറ്റ് അല്ല. ആക്ച്വലി അതൊരു പ്രായമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നില്ല, കാരണം അതൊരു മൈൻഡ് സെറ്റാണ്. നമുക്ക് ഏത് പ്രായത്തിലും എന്തും ഓപ്പറേറ്റ് ചെയ്യാവും. എന്തും നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമുക്ക് ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, നമുക്കതിനെ വളർത്തിയെടുക്കാം, നമ്മളതിന് കമ്മിറ്റഡ് ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു ശ്രമം തുടങ്ങി. ഇതിൻ്റെ ബേബി സ്റ്റെപ്സൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ. അപ്പോൾ ശരി.